ഠാക്കൂറായ യോഗി ആദിത്യനാഥ് ഭരണത്തിൽ ബ്രാഹ്മണർ ഒതുക്കപ്പെടുന്നു. ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ബ്രാഹ്മണരും ക്ഷത്രിയരും വലിയ സ്വാധീനമുള്ള രണ്ട് വിഭാഗങ്ങളാണ്. അജയ് സിംഗ് ബിഷ്ട്യോഗി എന്ന യോഗി ആദിത്യനാഥ് ഠാക്കൂർ വിഭാഗത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് ഭരണത്തിൽ തങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്ന പരാതി ചില ബ്രാഹ്മണ നേതാക്കൾ ഉയർത്തുന്നു എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. ആദിത്യനാഥ് അധികാരത്തിൽ വന്നതോടെ ഭരണകൂടത്തിലും പോലീസ് സംവിധാനത്തിലും ഠാക്കൂർ വിഭാഗത്തിന് കൂടുതൽ മുൻഗണന ലഭിക്കുന്നു എന്നൊരു പരാതി ബ്രാഹ്മണ നേതാക്കൾക്കിടയിൽ ശക്തമായി ഉണ്ട്. ഇത് മുതലെടുക്കാൻ ഭരണപരമായ തീരുമാനങ്ങളിലും ഉദ്യോഗസ്ഥ നിയമനങ്ങളിലും ഠാക്കൂർ വിഭാഗത്തിന് അമിത പ്രാധാന്യം നൽകുന്നു എന്നാരോപിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷത്തെ തന്നെ ചില ബ്രാഹ്മണ നേതാക്കളും പലപ്പോഴും രംഗത്തെത്താറുണ്ട്. അതാണോ കാര്യം, അതോ RSS അടവ് മാറ്റുന്നു? അതേ ബ്രാഹ്മൺ മതന്യൂനപക്ഷ സമ്മർദ്ദ രാഷ്ട്രീയം, ജനാധിപത്യത്തിലെ സംഘടിത ന്യൂനപക്ഷത്തിന്റെ അമിതാധികാരം ഇതിനെ തടയിടാൻ തന്നെയാണ് RSS ശ്രമിക്കുന്നത്. 40 കോടി ഐഡന്റിറ്റി പൊളിറ്റിക്സ് വോട്ട് ഉപേക്ഷിച്ചു കൂറുള്ള 100 കോടി സ്ഥിരതയുള്ള വോട്ട് നേടാൻ ആണ് പ്ലാൻ. 100 കോടി വരുന്ന OBC, ST, ദളിത് എന്നീ സാധാരണക്കാരുടെ വോട്ടുകൾ ജാതിയുടെയും പ്രാദേശികവാദത്തിന്റെയും പേരിൽ ചിതറിപ്പോകുമ്പോൾ കൃത്യമായ അജണ്ടയുള്ള ന്യൂനപക്ഷങ്ങൾ അധികാരം കൈയാളുന്നു എന്ന RSS നിരീക്ഷണം പ്രസക്തമാണ്. മൊത്തത്തിൽ RSS BJP അടവ് മാറ്റുന്നോ? കണക്ക് നോക്കാം. അതായത് 36-40 കോടി സ്ഥിരത ഇല്ലാത്ത വിലപേശൽ രാഷ്ട്രീയ നാടകക്കാരുടെ വോട്ട് വേണോ? അതായത് ന്യൂനപക്ഷങ്ങൾ 20%, ബ്രാഹ്മണർ 5%, വൈശ്യർ, ബനിയ, ഭൂമിഹാർ തുടങ്ങിയവർ 1% എല്ലാം ചേർന്ന് 26% വോട്ട് വേണോ? അതോ പാവങ്ങളായ 100 കോടി ജനങ്ങളുടെ ഉറച്ച ഇരുമ്പ് പോലുള്ള വോട്ട് വേണോ? അതായത് OBC 44%, ദളിത് 15.6%, ആദിവാസി ST 8.4%, കൂടാതെ ക്ഷത്രിയർ, ഠാക്കൂർ, രജപുത്രർ ഏകദേശം 6%, മൊത്തം 74%. ഇതൊരു വലിയ വെല്ലുവിളിയും അതേസമയം അവസരവുമാണ്. 100 കോടി ജനങ്ങളുടെ വോട്ടുകളെ ഹിന്ദു എന്ന വലിയ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ RSS പ്ലാൻ ചെയ്യുന്നു. ബ്രാഹ്മണ മേധാവിത്വം കുറയുന്നത് മറ്റ് ജാതിക്കാർക്ക് BJPയോട് അടുപ്പം തോന്നാൻ കാരണമാകും. OBC നേതാക്കളെ മോദിയെപ്പോലെയുള്ളവരെ മുൻനിർത്തി വലിയ വോട്ട് ബാങ്കിനെ പിടിക്കുക, പിന്നോക്ക വിഭാഗങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ബ്രാഹ്മണരുടെ മേധാവിത്വം സ്വാഭാവികമായും കുറയും. എന്നാൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ജാതി സെൻസസ് വഴി BJPയുടെ ഈ പ്ലാനിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ജിത്നി ആബാദി ഉത്ന ഹക്കി കോൺഗ്രസ് ജാതി സെൻസസ് കാർഡ് ഇറക്കുമ്പോൾ മോദി തന്റെ മടിയിൽ ഉള്ള സ്വന്തം തുറുപ്പ് ഇറക്കുന്നു. സബ്കാ സാത്ത് സബ്കാ വികാസ്. ഞാൻ ഒരു OBC വിഭാഗത്തിൽ പെട്ട ആളാണ്. ഇന്ത്യയിൽ ഭൂരിപക്ഷവും OBC, ദളിത്, SC, ST കാരാണ്. BJP ഹിന്ദു എന്ന സ്വത്വത്തിന് കീഴിൽ ജാതികളെ ഒന്നിപ്പിക്കാൻ നോക്കുന്നു. കോൺഗ്രസ് ജാതി എന്ന സ്വത്വമുപയോഗിച്ച് ആ ഐക്യത്തെ പൊളിക്കാൻ നോക്കുന്നു. RSS BJP 4% ബ്രാഹ്മണരെ കൂടെ നിർത്തി പീണിപ്പിച്ചാൽ 100 കോടി OBC, ദലിതർ, കീഴ് ജാതിക്കാരുടെ വോട്ട് പോകും. ബ്രാഹ്മണരെ, ന്യൂനപക്ഷങ്ങളെ അകറ്റി നിർത്തിയാൽ 100 കോടി ജനങ്ങളുടെ വോട്ട് കിട്ടും. കൂടാതെ ഒരു ബോണസും. അതായത് ന്യൂനപക്ഷം എന്ന തലവേദന. അത് എന്നും ഏത് ഭരണത്തിനും തലവേദനയായ പക്ഷം തന്നെ. ബ്രാഹ്മണരുടെ വോട്ടും ന്യൂനപക്ഷ വോട്ട് ഇല്ലെങ്കിലും സുഖമായി ഭരിക്കാം. എല്ലാവർക്കും ഒരേ നീതി കിട്ടും. ബ്രാഹ്മണ ഹിന്ദു ഇസ്ലാം കലാപ നാടകം ഒഴിവാക്കും. സമാധാനം പുലരും.